പ്രവാസി ലീഗൽ സെൽ ചാപ്റ്ററുകളും വേൾഡ് മലയാളി കോൺഫെഡറേഷനും സംയുക്തമായി വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശ് സ്വാമിക്ക് ആദരവ് നൽകി. നന്മയും സമൂഹത്തിൽ ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സ്വാമിയുടെ പ്രവർത്തനം ഇവിടെ വന്ന ഈ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വാമിയെ കാണാൻ വന്നിട്ടുണ്ട്. എന്നെ സ്വാമി പറഞ്ഞതാണ്, ഞാൻ സ്വാമിയുടെ മുഖം മറന്നുപോയി. ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. എന്തായാലും അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് വലിയ ഒരു മഹനീയ വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള നന്മയും സമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് ആളുകൾക്ക് അവരുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും പരിഹാരമാകുന്ന ഇത് ചെയ്യാൻ അമ്മയ്ക്ക് വീട്ടിൽ കഴിയുമാറാകട്ടെ. ചോറ്റാനിക്കര അമ്മയുടെയും എല്ലാ ദേവി ദേവന്മാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹ ആശംസകളും. പുതുതലമുറയെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ലഹരിയെന്ന് മുൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്റർ ചെയർമാനുമായ ജസ്റ്റിസ് മോഹൻദാസ് പറഞ്ഞു. പ്രവാസി ലീഗൽ സെൽ ദുബായ്, അബുദാബി ചാപ്റ്ററുകളും വേൾഡ് മലയാളി കോൺഫെഡറേഷനും സംയുക്തമായി വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശ് സ്വാമിക്ക് നൽകിയ ആദരവിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയും മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന നല്ല വ്യക്തിത്വമാണ് പ്രകാശൻ സ്വാമിയെന്നും അദ്ദേഹം പറഞ്ഞു. വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പ്രവാസി ലീഗൽ സെൽ ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് TN കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അബുദാബി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ജയപാൽ ചന്ദ്രസേനൻ മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് മലയാളി കോൺഫെഡറേഷൻ പ്രസിഡന്റ് P പത്മകുമാർ, ഓപ്പൺ ഡോർ പബ്ലിക്കേഷൻ MD K ടെൻസിംഗ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PP ബൈജു, അമ്പലപ്പുഴ C രാധാകൃഷ്ണൻ, സോമൻ റോയ്, ആലപ്പുഴ ലയൺസ് ക്ലബ്ബ് പ്രതിനിധി മനോജ്, സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ രാജു പള്ളിപ്പറമ്പിൽ, കേരള സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ME ഉത്തമകുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. മദ്യവും മയക്കുമരുന്നും വ്യർത്ഥതയോടുകൂടി ഗുരുദേവൻ്റെ ആദർശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള തത്വത്തെ പാലിച്ചുകൊണ്ട് 5ാമത്തെ വയസ്സിൽ ഏറ്റെടുത്ത ദൗത്യം ഇന്ന് ഞാൻ തുടരുകയാണ്. ഒരു ദേവസന്നിധിയായി മാറുന്നത് എൻ്റെ കടപ്പാടം ഒഴിഞ്ഞ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഈ ചിന്തനീയമായ ഈ മഹത്തരമായ ഈ അനുഗ്രഹത്തിലേക്ക് ഞാൻ പറയുകയാണ്. ഏത് സമയം ആരെപ്പോൾ വന്നാലും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് 308 കുട്ടികളുണ്ട്. ആ 308 കുട്ടികൾക്കുള്ള യാത്രാ സൗകര്യം ബസ് ഫ്രീയായി നടത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നടത്താനുള്ള ഒരു മാർഗദർശനമാണ് ഈ ക്ഷേത്രം ആദ്യം ചെയ്തത്. എല്ലാ കുട്ടികളും വസ്ത്രവും എല്ലാ കുട്ടികളും സൈക്കിളും വാങ്ങിക്കൊടുത്തും എല്ലാ കുട്ടികൾക്കും ബസ് ഫ്രീ ആയിട്ട് സൗകര്യപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് ഗുരുദേവൻ പറഞ്ഞ വിദ്യ ധനം എനിക്ക് വേണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക രണ്ടാമത്തെ ആദർശമാണ്. പിന്നെ വരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, പട്ടിണി കിടക്കരുത്, അതിനുള്ള മാർഗവും ക്ഷേത്രം ചെയ്തു. ഒട്ടനവധി ചികിത്സാ പദ്ധതികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെന്തുവെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള മറുപടി ഈ ക്ഷേത്രത്തിൽ